മലപ്പുറത്ത് എം.ബി. ഫൈസൽ LDF സ്ഥാനാർത്ഥി. DYFI ജില്ലാ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ് ഫൈസൽ. മലപ്പുറത്ത് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിന് ശേഷമാണ് തീരുമാനം. ഐക്യജനാധിപത്യ മുന്നണിക്ക് ശക്തമായ ഒരു തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാൻ പോകുന്നത്. ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇലക്ഷനായിരിക്കും ഈ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്. അത് കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായും വർഗീയതക്കെതിരായിട്ടുമുള്ള ഒരു പോരാട്ടമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. ഈ രാഷ്ട്രീയം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇലക്ഷനായിരിക്കും ഇത്തവണത്തെ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്. അതോടൊപ്പം 10 മാസക്കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷ ഭരണം, അതിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ വിലയിരുത്തൽ കൂടിയായിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ലതീഷ് ചേരുന്നു. ലതീഷ്, എം.ബി. ഫൈസൽ എത്രത്തോളം സാധ്യതകൾ ഉയർത്തുന്ന സ്ഥാനാർത്ഥിയാണ്? എന്തൊക്കെ അനുകൂല ഘടകങ്ങളാണ് എം.ബി. ഫൈസലിന് അനുകൂലമായി കാണുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജിംഷാദ്, CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലാണ് LDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തീരുമാനമായത്. കേന്ദ്ര കമ്മിറ്റി അംഗീകാരത്തോടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് എം.ബി. ഫൈസലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. DYFI ജില്ലാ പ്രസിഡന്റും അതേപോലെ തന്നെ ചങ്ങരംകുളം ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ് നിലവിൽ എം.ബി. ഫൈസൽ. വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് LDF പ്രചാരണം നടത്തുമെന്നും കോടിയേരി വ്യക്തമാക്കി. 10 മാസത്തെ LDF ഭരണവും വിലയിരുത്തും തുടങ്ങിയ കാര്യങ്ങളാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയത്. എം.ബി. ഫൈസലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എം.ബി. ഫൈസൽ കഴിഞ്ഞ കുറച്ച് ദീർഘകാലമായി മലപ്പുറം ജില്ലയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയായി പ്രവർത്തിച്ചു വരുന്ന നേതാവാണ് എം.ബി. ഫൈസൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭൂമിദാന വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തിന് നേതൃത്വം നൽകിയ നേതാവ് കൂടിയാണ് എം.ബി. ഫൈസൽ. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തെ പറ്റി പറയുകയാണെങ്കിൽ, മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ യുവാക്കൾക്ക് വലിയ വോട്ടുള്ള ഒരു മണ്ഡലമാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ എം.ബി. ഫൈസലിന്റെ സ്ഥാനാർത്ഥിത്വം അനുകൂലമാകും എന്ന് തന്നെയാണ് LDF കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടിയെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ എം.ബി. ഫൈസലിനെ പോലെ യുവജന രംഗത്ത് ദീർഘനാളത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ LDF കളത്തിലിറക്കുന്നത്. BJP സ്ഥാനാർത്ഥിയായി ശ്രീപ്രകാശും രംഗത്ത് വന്നിട്ടുണ്ട്. ഇതോടെ മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി കഴിഞ്ഞു. 21-നാണ് LDFന്റെ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ചേരുന്നത്. 23, 24 തീയതികളിലായി അസംബ്ലി മണ്ഡലം കൺവെൻഷനുകളും ചേരും. 25ഓടുകൂടി സ്ഥാനാർത്ഥിയുടെ ആദ്യ പാടി ആരംഭിക്കാനാണ് LDFന്റെ തീരുമാനം. ശരി ലതീഷ്. ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുമെന്ന് എം.ബി. ഫൈസൽ. ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് മലപ്പുറത്തുണ്ടാകുമെന്നും ഫൈസൽ പറഞ്ഞു. പുതിയ കാലത്തിനകത്ത് ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾക്കുള്ള അംഗീകാരം തേടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടുകളുമെല്ലാം നല്ല രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നത്. ആ നിലക്കുള്ള തെരഞ്ഞെടുപ്പിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു ജില്ലയാണ് കേരളത്തിൽ. അതിനനുസൃതമായ യുവാക്കളുടെ എണ്ണവും കൂടുതലാണ്. ആ യുവാക്കളും വിദ്യാർത്ഥികളും ഞങ്ങൾ വലിയ പ്രതീക്ഷയാണ് അർപ്പിക്കുന്നത്. എല്ലാ കാലത്തും യുവത്വം മാറ്റത്തിന് വേണ്ടി നിലകൊണ്ടവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും ഒരു മാറ്റം ഈ മലപ്പുറം മണ്ഡലത്തിനകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിന്റെ വെട്ടിക്കുറച്ച അരിവിഹിതം പുനഃസ്ഥാപിക്കാനാകില്ലെന്ന് കേന്ദ്രം പൂളിൽ നിന്നും കൂടിയ നിരക്കിലുള്ള അരി വാങ്ങാമെന്ന് കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ. മനു ശങ്കർ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ചേരും. മനു, ഏറെ നാളുകളായി കേരളം ആവശ്യപ്പെടുന്നതാണ്, വിവിധ സമര പരിപാടികളുമായി കേന്ദ്രത്തിന് മുന്നിൽ ഈ ആവശ്യം ഉന്നയിച്ചതാണ്. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? അജിംഷാദ്, കേരളത്തിനുള്ള അരിവിഹിതം ഇപ്പോൾ ഉയർത്താനാകില്ലെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര ഭക്ഷ്യമന്ത്രി രാംവിലാസ് പാസ്വാൻ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിന് കൂടുതൽ അരിവിഹിതം അനുവദിക്കാനാകില്ല. എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അടിയന്തര നടപടിയോ ആവശ്യമുള്ളപ്പോൾ മാത്രമേ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ അധിക ധാന്യവിഹിതം സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കാനാകുകയുള്ളൂ എന്നാണ് രാംവിലാസ് പാസ്വാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഈ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം ഇപ്പോൾ ലഭിക്കുന്നത് 14
14.25 മെട്രിക് ടൺ അരി മാത്രമാണ്. കഴിഞ്ഞ 3 വർഷമായി ലഭിക്കുന്ന രീതിയിൽ 16 ലക്ഷം മെട്രിക് ടൺ അരി സംസ്ഥാനത്തിന് നൽകണം എന്നാണ് പ്രധാനമായും കേരളം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത്. നിരന്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ അടക്കമുള്ളവർ ഈ ഭക്ഷ്യമന്ത്രിയെയും അതോടൊപ്പം പ്രധാനമന്ത്രിയെയും കണ്ട് ഇക്കാര്യം നിരന്തരം ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാമെന്നാണ് ഈ കൂടിക്കാഴ്ചയിലൊക്കെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര ഭക്ഷ്യമന്ത്രി തന്നെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ഈ സംസ്ഥാനത്തിനുള്ള അരിവിഹിതം ഇപ്പോൾ ഉയർത്താനാകില്ല എന്നാണ്. 2011 സെൻസസ് പ്രകാരമാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും ഭക്ഷ്യവിഹിതം അനുവദിക്കുന്നത്. 2011 ഈ സെൻസസ് പ്രകാരം കേരളത്തിൽ ഗ്രാമീണ മേഖലയിൽ 39%, നഗരമേഖലയിൽ 52% ജനങ്ങളും നിലവിൽ ഈ മുൻഗണനാ പട്ടികയിൽ വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം 1.54 കോടി ജനങ്ങൾ ഈ മുൻഗണനാ പട്ടികയിൽ വരുന്നു. അതിനാൽ ഈ കണക്കുകൾ ലംഘിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ അധിക വിഹിതം അനുവദിക്കാനാകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. 2021 സെൻസസ് പൂർത്തിയാകാതെ ഇനി കൂടുതൽ ഭക്ഷ്യ ധാന്യം സംസ്ഥാനത്തിന് അനുവദിക്കാനാകില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയാണ്. അതിനാൽ തന്നെ നിലവിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെറിയൊരു ഉപാധി മുന്നോട്ട് വച്ചിട്ടുള്ളത് ഓപ്പൺ മാർക്കറ്റ് സിസ്റ്റം അനുസരിച്ച്, അതായത് നിലവിൽ ഈ കുറഞ്ഞ നിരക്കിൽ അരി ലഭിച്ചിരുന്നതിന് പകരം 23 രൂപയ്ക്കോ അല്ലെങ്കിൽ എക്കോണമിക് റേറ്റ് ആയ 34 രൂപയ്ക്കോ സംസ്ഥാനങ്ങൾക്ക് അരി നൽകാം എന്നാണ് കേന്ദ്ര സർക്കാർ ഒരു ഉപാധി മുന്നോട്ട് വച്ചിട്ടുള്ളത്. പക്ഷേ ഇത്രയധികം വലിയ തുകയ്ക്ക് കേരളം അരി വാങ്ങിച്ചാൽ പോലും അത് പിന്നീട് ജനങ്ങളിൽ എത്തിക്കുന്നതും ഇതിനും ഉപരിയായ ഒരു വിലയിൽ നൽകേണ്ടി വരും. അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിൽ വീണ്ടും ഈ അരി നൽകണമെങ്കിൽ പോലും സംസ്ഥാനങ്ങൾ ഇതിന്റെ ബാധ്യത വഹിക്കേണ്ടിയും വരും. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ഇത് കൊണ്ടുപോകും. അതിനാൽ ഇത് അംഗീകരിക്കാനാകില്ല എന്ന് കേരളം നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നതുമാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഭക്ഷ്യവിഹിതം, അരി വിഹിതം വർദ്ധിപ്പിക്കാനാകില്ല എന്ന നിലപാടിൽ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. അജിംഷാദ്. ശരി, മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ചോദ്യം ചെയ്ത് കോൺഗ്രസിൽ കലാപം. ഗോവയിൽ 2 MLA-മാർ രാജിക്കൊരുങ്ങുന്നതിനിടെ നെഹ്റു കുടുംബത്തിനെതിരെ ആഞ്ഞടിച്ച് മണിശങ്കർ അയ്യർ രംഗത്തെത്തി. തിരിച്ചുവരവ് സാധ്യമാകാൻ ബൂത്ത് തലം മുതൽ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് മണിശങ്കർ അയ്യർ വ്യക്തമാക്കി. ഇടത് പാർട്ടികളെ ഉൾപ്പെടുത്തി വിശാല സഖ്യം രൂപീകരിക്കണമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ മണിശങ്കർ അയ്യർ പറഞ്ഞു. ഉത്തർപ്രദേശിന് പിന്നാലെ മണിപ്പൂരും ഗോവയും നഷ്ടപ്പെട്ടത് ഹൈക്കമാൻഡ് വീഴ്ചയെന്ന ആരോപണം ശക്തമാകുന്നതിനിടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്ത് പാർട്ടിക്കകത്ത് വിമർശനം ശക്തമാവുകയാണ്. നേതൃതലത്തിൽ കൃത്യമായ അഴിച്ചുപണി നടത്തിയാൽ മാത്രമേ കോൺഗ്രസിന് തിരിച്ചുവരാൻ സാധിക്കൂ എന്ന് തുറന്നടിച്ച് മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മണിശങ്കർ അയ്യർ രംഗത്തെത്തി. We have the Antony Introspection Report 1. We have the Antony Introspection Report 2. We have the Antony Introspection Report 3. And before that, there was the Uma Shankar Dikshit report. What we now need to do is act on them. The most fundamental thing to do is to have democratic elections at every single level of the party. It's not unknown to us to have others than the Congress family run our party. നെഹ്റു കുടുംബത്തിനെതിരെ ആഞ്ഞടിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് ബൂത്ത് തലം മുതൽ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ചൂണ്ടിക്കാട്ടി. നേതാക്കളെ നോമിനേറ്റ് ചെയ്യുന്ന രീതി അവസാനിപ്പിക്കണമെന്നും നെഹ്റു ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നുള്ളവർ കോൺഗ്രസിനെ നേരത്തെ നയിച്ചിട്ടുണ്ടെന്നും ആരോപിച്ചു. ഇടതു പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തി വിശാലമായ മഴവിൽ സഖ്യം ഉയർത്തിയാൽ മാത്രമേ നരേന്ദ്രമോദി മുന്നേറ്റത്തിന് തടയിടാനാകൂവെന്നും മുൻ കേന്ദ്രമന്ത്രി കൂടിയായ മണിശങ്കർ അയ്യർ നിർദ്ദേശിച്ചു. എന്നാൽ മണിശങ്കർ അയ്യർ അവസരവാദിയാണെന്നായിരുന്നു കോൺഗ്രസ് വക്താവ് ടോം വടക്കന്റെ പ്രതികരണം. നെഹ്റു കുടുംബത്തെ വിമർശിക്കാൻ മണിശങ്കർ അയ്യർ ആരാണെന്നായിരുന്നു വയലാർ രവിയുടെ ചോദ്യം. എന്നാൽ നേതൃത്വത്തെ ശക്തിപ്പെടുത്താൻ AICC തയ്യാറാകണമെന്ന് MM ജേക്കബ് അഭിപ്രായപ്പെട്ടു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നിട്ടും സർക്കാർ രൂപീകരണത്തിന് ഹൈക്കമാൻഡ് തയ്യാറായില്ലെന്നാരോപിച്ച് 2 കോൺഗ്രസ് MLA-മാർ ഗോവയിൽ രാജിക്ക് തയ്യാറെടുക്കുകയാണ്. BJPയെ പിന്തുണയ്ക്കുന്നതിന് മുൻപായി ഗോവ ഫോർവേഡ് പാർട്ടി നേതാവ് വിജയ് സർദേശായി ദില്ലിയിൽ ചർച്ചയ്ക്ക് എത്തിയിരുന്നുവെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നില്ല. ഹൈക്കമാൻഡിന്റെ ദുരവസ്ഥ കണക്കിലെടുത്ത് KPCC അധ്യക്ഷ പദത്തിലേക്ക് പ്രസിഡന്റിനെ നിയമിക്കുന്നത് ചർച്ച ചെയ്യാൻ പോലും കേരള നേതൃത്വവും മടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പ് വഴി ഉമ്മൻചാണ്ടിയെ അധ്യക്ഷനാക്കാനാണ് A ഗ്രൂപ്പിന്റെ നീക്കം. അതുവരെ ഹസന് താൽക്കാലിക ചുമതല നൽകാൻ A ഗ്രൂപ്പ് ആവശ്യപ്പെടും. എന്നാൽ ഈ നിർദ്ദേശത്തോട് I ഗ്രൂപ്പിന് യോജിപ്പില്ല. സംഘടനാ തെരഞ്ഞെടുപ്പ് വഴി ഉമ്മൻചാണ്ടിയെ KPCC അധ്യക്ഷനാക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് A ഗ്രൂപ്പ് നീക്കങ്ങൾ. അതുവരെ ചുമതല നിലവിലെ വൈസ് പ്രസിഡന്റ് MM ഹസന് നൽകണമെന്ന് ആവശ്യപ്പെടും. ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്കൊപ്പമുള്ള നേതാക്കൾ ധാരണയിലെത്തിയിട്ടുണ്ട്.
അതേസമയം ഐ ഗ്രൂപ്പ് ഈ നിർദ്ദേശത്തോട് യോജിക്കുന്നില്ല. കാര്യങ്ങൾ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നതാണ് ഐ ഗ്രൂപ്പിന്റെ നിലപാട്. അതേസമയം KPCC അധ്യക്ഷ സ്ഥാനത്തിന് ഉമ്മൻചാണ്ടി യോഗ്യനാണെന്ന് വയലാർ രവി അഭിപ്രായപ്പെട്ടു. പിന്നല്ല, ഉമ്മൻചാണ്ടി ഞാൻ KS ഉണ്ടാക്കിയ കാലത്ത് ആദ്യമായി എൻ്റെ അടുക്കൽ വന്നിരുന്ന കോട്ടയത്ത് വന്ന നേതാവാണ് ഉമ്മൻചാണ്ടി. അത്രയും വലിയ രാഷ്ട്രീയ പാരമ്പര്യമല്ലോ നേതാവാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്ക് ഭരണ പരിചയമുണ്ട്. ഞങ്ങളുടെ ബന്ധം വളരെ അരനൂറ്റാണ്ടിലേറെ ബന്ധമുള്ളതാണ്. MM ഹസന് താൽക്കാലിക ചുമതലയെന്ന എ ഗ്രൂപ്പ് നിർദ്ദേശത്തോട് ഹൈക്കമാൻഡിന് താൽപ്പര്യമില്ലെന്നാണ് സൂചന. KV തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കളെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുമുണ്ട്. വിദേശത്ത് ചികിത്സയിലുള്ള സോണിയാഗാന്ധി തിരിച്ചെത്തിയതിനു ശേഷം മാത്രമായിരിക്കും നിർണായക തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാകാൻ കേന്ദ്രമന്ത്രി മനോജ് സിൻഹയ്ക്ക് സാധ്യത. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള BJPയുടെ നിർണായക നിയമസഭാ കക്ഷി യോഗം തുടങ്ങി. വിവരങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നു. മനു, മൗര്യയ്ക്ക് സാധ്യത കൽപ്പിക്കുന്ന തരത്തിലേക്ക് പല വാർത്തകളും എത്തിയിരുന്നു, പല തർക്കങ്ങളും തെരുവിലേക്ക് എത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള യോഗം തുടങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മുന്നിലുള്ള വെല്ലുവിളികൾ? വിശദാംശങ്ങൾ. നിലവിലെ സാഹചര്യത്തിൽ ഈ 2019 തെരഞ്ഞെടുപ്പിൽ പോലും ഉത്തർപ്രദേശിലെ ജനങ്ങളുടെ പങ്ക് ചെറുതല്ല. അതിനാൽ തന്നെ ഈ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം, ബീഫ് ശാലകൾ മറ്റും അടച്ചുപൂട്ടൽ, ഇങ്ങനെ പ്രകടന പത്രികാ വാഗ്ദാനങ്ങൾ എല്ലാം നിറവേറ്റുന്ന ഒരു സമഗ്ര നേതാവിനായാണ് BJP കേന്ദ്ര നേതൃത്വം കഴിഞ്ഞ ചർച്ചകളൊക്കെ പുരോഗമിച്ചിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള നേതാക്കളുടെ പേരുകൾ അവസാന ലാപ്പിൽ ഉണ്ടായിരുന്നെങ്കിലും കേന്ദ്രമന്ത്രി മനോജ് സിൻഹയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവന്നേക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്ന വിവരങ്ങൾ. പക്ഷേ വെങ്കയ്യ നായിഡു അല്പസമയങ്ങൾ മുമ്പ് മാധ്യമങ്ങൾ മുമ്പാകെ പ്രതികരിച്ചത് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്ന പേരുകളൊന്നും അവസാന ലാപ്പിലേക്ക് വരില്ല എന്നാണ് വെങ്കയ്യ നായിഡു പ്രതികരിച്ചിരിക്കുന്നത്. കേന്ദ്ര പ്രതിനിധിയായി വെങ്കയ്യ നായിഡു കൂടി ഇപ്പോൾ ഉത്തർപ്രദേശിൽ പുരോഗമിക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ നിലവിൽ ഇതുവരെയും സംസ്ഥാനങ്ങളൊന്നും ഒരു നേതാവിന്റെയും പേര് BJP നേതൃത്വത്തോട് നിർദ്ദേശിച്ചിരുന്നില്ല. അതിനാൽ കേന്ദ്ര നേതൃത്വം നരേന്ദ്രമോദി നിർദ്ദേശിക്കുന്ന പേര് തന്നെ സംസ്ഥാന നിയമസഭാ കക്ഷി യോഗം അംഗീകരിക്കും. ഇതിനുശേഷം സംസ്ഥാന അധ്യക്ഷൻ കേശവ് പ്രസാദ് മൗര്യയാകും മുഖ്യമന്ത്രി പദത്തിലേക്ക് ആര് എന്നൊരു പ്രഖ്യാപനം നടത്തുക. നിലവിലെ സാഹചര്യത്തിൽ കേശവ് പ്രസാദ് മൗര്യയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത കുറവാണ്. അധ്യക്ഷ പദം പിന്നോക്ക വിഭാഗ നേതാവായ കേശവ് പ്രസാദ് മൗര്യ വഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും പിന്നോക്ക വിഭാഗ നേതാവ് വരുന്നതിൽ RSS നേതൃത്വം അസംതൃപ്തരാണ്. ഈ സാഹചര്യത്തിലാണ് അടുത്ത RSS നേതാവ് കൂടിയായ മനോജ് സിൻഹയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരിക. എന്തായാലും നിയമസഭാ കക്ഷി യോഗം പുരോഗമിക്കുകയാണ്. അല്പസമയങ്ങൾക്കകം രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. അജിംഷ്, കുണ്ട്രയിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ച് റൂറൽ SP S സുരേന്ദ്രൻ. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ശരിയായ ദിശയിലാണ് അന്വേഷണം നീങ്ങുന്നതെന്നും SP പറഞ്ഞു. കുട്ടിയുടെ അമ്മയെയും മുത്തച്ഛനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ അനുവാദം ആവശ്യപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊട്ടാരക്കര DYSP B കൃഷ്ണകുമാർ കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കുറ്റകൃത്യം നടന്ന ശേഷം സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ ചുമതലയുള്ള SI എക്സ്പ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി കൈമാറണം. സംഭവസ്ഥലം പരിശോധിച്ച് DYSP മുതലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഗ്രേവ് ക്രൈം റിപ്പോർട്ടും തയ്യാറാക്കണം. ഇത് രണ്ടും യഥാസമയം സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് SP പറഞ്ഞു. ഇന്റലിജൻസ് ADGP പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ ഈ മാസം 11 നിർദ്ദേശം നൽകിയിരുന്നു. ആ 11 തന്നെ DYSP SIT രൂപീകരിക്കുകയും ചെയ്തുവെന്നും SP അറിയിച്ചു. കഴിഞ്ഞ 5 വർഷത്തെ സമാന കേസുകളുടെ വിവരങ്ങൾ ചോദിച്ചപ്പോഴും റിവ്യൂ മീറ്റിംഗിലും കുണ്ടറ സംഭവം ആരും ശ്രദ്ധയിൽപ്പെടുത്തിയില്ലെന്നും SP സുരേന്ദ്രൻ പറഞ്ഞു. ഗ്രേവ് ക്രൈം റിപ്പോർട്ടും എക്സ്പ്രസ് റിപ്പോർട്ടും പോലീസ് സ്റ്റേഷനിൽ അയക്കേണ്ടതായിരുന്നു. എക്സ്പ്രസ് റിപ്പോർട്ട് ആ ഗ്രേവ് ക്രൈം ആക്കുമ്പോൾ 17-ാം തീയതി തന്നെ SP-ക്കും IG-ക്കും ADGP-ക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ കൊടുക്കണമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ. ഇന്ന് വരെ ആ എക്സ്പ്രസ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് പോലുള്ള അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് DCC പ്രസിഡന്റ് ബിന്ദുകൃഷ്ണ ആവശ്യപ്പെട്ടു. ഇത്രയും വലിയൊരു കേസായിട്ടും അതിന്റെ ഗൗരവത്തോടുകൂടി കാണാതെ ലാഘവ ബുദ്ധിയോടെ കണ്ട പോലീസ് എങ്ങനെയാണ് അവർക്ക് വീഴ്ച പറ്റിയെന്ന രീതിയിൽ ആ വസ്തുത സമ്മതിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നത്? ഒരിക്കലും അങ്ങനെ നടത്താൻ സാധ്യതയില്ല. എത്രയും പെട്ടെന്ന് കുണ്ടറ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ട് യഥാർത്ഥ പ്രതികളെ പിടിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം കുട്ടിയുടെ അമ്മയെയും മുത്തച്ഛനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ അനുവാദം ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊട്ടാരക്കര DYSP B കൃഷ്ണകുമാർ കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തിൽ പോലീസ് ഇച്ഛാശക്തിയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പരാതികളിൽ പോലീസ് ശരിയായ ദിശയിൽ
ഇടപെടുന്നത് കൊണ്ടാണ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത്. പോലീസുകാർക്ക് തെറ്റുപറ്റിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചില കേസുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റുന്ന സാഹചര്യവുമുണ്ട്. തെറ്റ് ചെയ്യുന്നത് പോലീസ് ഉദ്യോഗസ്ഥരായാലും സർക്കാർ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ചികിത്സയിൽ കഴിയുന്ന മന്ത്രി ടി.പി. രാമകൃഷ്ണനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു കോടിയേരി. ആളുകൾ സാധാരണഗതിയിൽ ധൈര്യപൂർവ്വം പരാതി പറയുന്നത്, അതുകൊണ്ടാണ് കേസുകളുടെ എണ്ണം കൂടുന്നത്. അതൊരു അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമല്ല. ഇത്തരം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത. ആരോപണ വിധേയരാകുന്നവരോ പ്രശ്നത്തിൽ ഇടപെടുന്നവരോ ആരായിരുന്നാലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും എന്ന ഇച്ഛാശക്തിയോടുകൂടിയൊരു പ്രവർത്തനമാണ് കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഓരോ പ്രശ്നങ്ങളും പരിശോധിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കുക മാത്രമേ സാധ്യമാവുകയുള്ളൂ. അത് കേരള പോലീസ് ഇപ്പോൾ ശരിയായ നിലയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തെറ്റ് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അത്തരക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നുണ്ട്. കുറ്റം ചെയ്യുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും അവർക്ക് സംരക്ഷണമില്ല. അതാണ് അതിന് സന്ദേശം. നിയമാനുസൃതമായി എല്ലാവരും പ്രവർത്തിക്കണം. ആ നിയമപരമായി പ്രവർത്തിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ഓഫീസർമാരായാലും അവർ നിയമാനുസൃതമായ നടപടിക്ക് വിധേയമാക്കപ്പെടും. അതൊരു നല്ല സന്ദേശം തന്നെയാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. അതുകൊണ്ട് തെറ്റുകൾ ഭാവിയിൽ ആവർത്തിക്കുന്നത് കുറയാൻ ഈ നടപടി കൊണ്ട് സാധിക്കും. കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്നതിന് അത്യന്താധുനിക സംവിധാനങ്ങളുള്ള ഇൻട്രോഗേഷൻ മുറി ഒരുക്കി സംസ്ഥാന പോലീസ്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ മോഡേൺ ഇൻട്രോഗേഷൻ റൂം ക്രമീകരിച്ചിരിക്കുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾ, UAPA, കൊലപാതകങ്ങൾ തുടങ്ങിയ സുപ്രധാന കേസുകളിലെ കുറ്റവാളികളെയാണ് പുതിയ സംവിധാനത്തിലൂടെ ചോദ്യം ചെയ്യുക. രൂപവും ഭാവവുമൊക്കെ മാറ്റി മുഖം മിനുക്കി മോഡേണായി തന്നെ കേസന്വേഷണത്തെ സമീപിക്കുന്ന പോലീസിനെയാണ് സംസ്ഥാനത്ത് ഇനി കാണുക. ഇതിന്റെ ആദ്യപടിയായാണ് ഇടിമുറിയിലെ ചോദ്യം ചെയ്യലിന് പോലീസ് വിരാമമിടുന്നത്. അത്യാധുനിക സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്ന ചോദ്യം ചെയ്യൽ മുറി സംസ്ഥാന പോലീസ് തുറന്നിരിക്കുന്നു. മോഡേൺ ഇൻട്രോഗേഷൻ റൂം എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന മുറി തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലാണ് സജ്ജമായത്. പുതിയ സംവിധാനത്തിന്റെ ഉദ്ഘാടനം DGP ലോക്നാഥ് ബെഹ്റ നിർവഹിച്ചു. കേരളത്തിൽ എവിടെയിരുന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒറ്റ ലോക്കപ്പായി തന്നെ കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്ന സംവിധാനത്തിന് ഉടൻ തുടക്കം കുറിക്കുമെന്ന് DGP വ്യക്തമാക്കി. ഒബ്സർവർ, കവേർഡ് ഓഡിയോ സിസ്റ്റം, കവേർഡ് വീഡിയോ സിസ്റ്റം എന്നിവ ഉൾപ്പെടുന്നതാണ് ഇൻട്രോഗേഷൻ റൂം. കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്നത് മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ക്യാമറ മോണിറ്ററിംഗ് സംവിധാനമുള്ള വേറൊരു മുറിയിലിരുന്ന് നിരീക്ഷിക്കാനും കുറ്റവാളി അറിയാതെ തന്നെ ചോദ്യം ചെയ്യലിനായി ഉദ്യോഗസ്ഥന് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകാനും റൂമിൽ സംവിധാനമുണ്ട്. ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ കുറ്റവാളിക്കുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ, മറ്റ് മാനറിസം എന്നിവയൊക്കെ അപ്പോൾ തന്നെ രഹസ്യമായി സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ വഴി കൺട്രോൾ റൂമിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലെയും തെരഞ്ഞെടുത്ത പോലീസ് സ്റ്റേഷനുകളിൽ ഇൻട്രോഗേഷൻ റൂമുകൾ സജ്ജമാക്കുന്നുണ്ട്. അത്യാധുനിക രീതിയിലുള്ള ചോദ്യം ചെയ്യൽ സംവിധാനത്തിനാണ് സംസ്ഥാന പോലീസ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്തരം സംവിധാനങ്ങൾ ജില്ലയിലെ എല്ലാ ഭാഗത്തും ഒരുക്കാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. ക്യാമറാമാൻ അജിത്തിനൊപ്പം സുനിൽ അരിമാനു. ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ ഹാജരായ വിഷയത്തിൽ തനിക്കെതിരെ ഉയർന്ന ആക്ഷേപത്തെ തള്ളി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. താനും ഹരീഷ് സാൽവെയുമായുള്ള കൂടിക്കാഴ്ച തികച്ചും സൗഹൃദപരമായിരുന്നു, അതിന് ലാവ്ലിൻ കേസുമായി യാതൊരു ബന്ധമില്ലെന്നും ലോക് ബെഹ്റ വ്യക്തമാക്കി. CBIയിൽ ജോലി നോക്കുന്ന സമയത്ത് തന്നെ നിരവധി കേസുകൾ ഹരീഷ് സാൽവെ ഹാജരായിട്ടുണ്ട്. ആ സൗഹൃദം ഇപ്പോഴുമുണ്ട്. അതിന് മറ്റൊരു തരത്തിൽ വാർത്തകൾ നൽകേണ്ട കാര്യമില്ലെന്നും DGP പറഞ്ഞു. എനിക്കൊന്നും പറയാനില്ല. കാരണം ഒരാളൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ. അദ്ദേഹം എൻ്റെ വക്കീലായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ആക്ച്വലി ഞാൻ CBIയിലുള്ള സമയത്ത് ഒത്തിരി കേസിൽ അദ്ദേഹം എനിക്ക് വേണ്ടി അപ്പിയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അവിടെ ടൗണിലുണ്ടായിരുന്നു. പോയി ഞാൻ കാണുക ഉപഹാർ കേസ് 20 വർഷം പിടിച്ചു, 20 years. അപ്പോൾ ആണ് ആ കരഞ്ഞാർച്ചാണ് അദ്ദേഹം ഫൈനൽ ആർഗ്യുമെൻറ്റ് തീർത്തു. അതുകൊണ്ട് ഞാൻ അദ്ദേഹം പോയി അദ്ദേഹം കാണാൻ വേണ്ടിയിട്ട് പോയി ഞാൻ വന്നു. വിവാദം ഉണ്ടെങ്കിലേ ഞാനൊന്നും പറയാനൊന്നുമില്ല. കൊടും വരൾച്ചയെ തുടർന്ന് വയനാടൻ കാർഷിക മേഖല തകർന്നു. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തെയും രൂക്ഷമായ ജലക്ഷാമത്തെയും അതിജീവിക്കാൻ വയനാട്ടിലെ പരമ്പരാഗത കിഴങ്ങുവർഗ്ഗങ്ങൾക്ക് ശേഷിയുണ്ട്. ഇതോടെ ഒരു വിഭാഗം കർഷകർ കിഴങ്ങുവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മലമുകളിൽ പടരുന്ന കാട്ടുതീ, താഴെ വരണ്ടുണങ്ങിയ കൃഷിഭൂമി, ജലക്ഷാമവും കൃഷിയിറക്കാനാവാത്ത വരണ്ട കാലാവസ്ഥയും ആദിവാസി ഊരുകളെ ദുരിതത്തിലാക്കുന്നു. വരണ്ടുണങ്ങിയ ഭൂമിയിൽ അവശേഷിക്കുന്നത് കിഴങ്ങുവർഗ്ഗങ്ങൾ മാത്രം. മിക്കയിടത്തും മരച്ചീനി കൃഷി ചെയ്യുന്ന കർഷകരെ കാണാം. മരച്ചീനിക്ക് വെള്ളം ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷെ കാര്യമായിട്ട് വലിയ കുഴപ്പമില്ല. അധികം വെള്ളം ഇല്ലെങ്കിലും ഒരുവിധം പിടിച്ചു.
27 ഇനം കാച്ചിലുകളടക്കം 102 ഇനം കിഴങ്ങുവർഗ്ഗങ്ങൾ വയനാട്ടിലുണ്ടായിരുന്നു. ഗോത്രവർഗ്ഗക്കാരുടെ ഇഷ്ടഭക്ഷണമായിരുന്ന ഇവയിലെ പലതും ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ജലലഭ്യത കുറഞ്ഞ മണ്ണിലും വളരാനാവുമെന്നതാണ് ഇവയുടെ പ്രത്യേകത. കാലാവസ്ഥാ വ്യതിയാനത്തിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ വർധനമാണല്ലോ. ആ കാർബൺ ഡയോക്സൈഡിനെ ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്യുന്ന സസ്യങ്ങളിൽ കാർഷിക വിളകളിൽ ഈ കിഴങ്ങ് വിളകൾ തന്നെയാണ് മുമ്പിൽ. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ വരൾച്ചയെ നേരിടാൻ എല്ലാവരും ഒരുങ്ങുമ്പോൾ ഒരു വിഭാഗം കർഷകർ വയനാടൻ കിഴങ്ങുകളുടെ ഉൽപ്പാദനത്തിലേക്ക് മടങ്ങുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെയും ആഗോളതാപനത്തെയും അതിജീവിക്കാനുള്ള ശേഷി വയനാടൻ കിഴങ്ങുവർഗ്ഗങ്ങൾക്കുണ്ട്. എന്നാൽ ഇവയ്ക്ക് വിപണി ലഭിക്കുന്നില്ല എന്നതാണ് കർഷകർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം. ബത്തേരിയിൽ നിന്ന് കെ രാജേന്ദ്രൻ. മൈക്രോ ഫിനാൻസ് സ്ഥാപനമായ ഇസാഫിന്റെ സ്മോൾ ഫിനാൻസ് ബാങ്കിന് തുടക്കമായി. ബാങ്കിന്റെ ഉദ്ഘാടനം തൃശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 25 വർഷത്തെ പ്രവർത്തനത്തിലൂടെ ജനങ്ങളിൽ വിശ്വാസമർപ്പിക്കാൻ ഇസാഫിനായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ATM ഡെബിറ്റ് കാർഡുകളുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് നിർവഹിച്ചത്. ഇസാഫ് ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ കെ പോൾ തോമസ് പരിപാടിയിൽ സന്നിഹിതനായിരുന്നു. രാജ്യത്തെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലൊന്നാണ് ഇസാഫ്.